ഓ ഗൈസ്, നമ്മുടെ പ്ലാൻ ഇടയിൽ വെച്ച് ഡ്രോപ്പായി. ഇപ്പോൾ നമ്മൾ മാഡ് ഗോവനിലാണ്, മാഡ് ഗോവൻ ജംഗ്ഷനിലാണ്. എന്തുകൊണ്ടാണ് ഡ്രോപ്പായതെന്ന് പിന്നെ പറയാം. ഇപ്പോൾ ഗോവയിലാണുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ടല്ല, ഇനി ഗോവയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. അങ്ങനെ മാഡ് ഗോവൻ ജംഗ്ഷനിൽ ഇറങ്ങിയ സമയം 1 മണിക്ക്. പിന്നെ ഈ കാണുന്ന വെയിറ്റിംഗ് ഹാളിലാണ് ഞാൻ രാവിലെ വരെ ഇരുന്നത്. നല്ല കൊതുകുണ്ടെങ്കിലും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. നമ്മളൊന്ന് ട്രെയിനിൽ വെച്ച് നേരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെക്കൂടെ ഒരു എക്സോസ്റ്റഡ് ആയി. അപ്പോഴാണ് മനസ്സിലായത് ബഡ്ജറ്റ് കുറച്ച് ട്രാവൽ ചെയ്യണ ചില്ലർ പണിയല്ലാന്ന്. പിന്നെ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് നേരെ അവരുടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇവിടുന്ന് ലോക്കലായിട്ട് എല്ലാവർക്കും പോകാനുള്ള ബസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഗോവയിലാണ്. എനിക്ക് പോകേണ്ടത് നോർത്ത് ഗോവയ്ക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ പാഞ്ചിനിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം അതാണ് സെന്റർ. അവിടെ നിന്ന് എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അങ്ങനെ അവിടെ നേരെ ബാഗ ബീച്ചിലേക്ക് വന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ട കാലത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ബാഗ ബീച്ച് പറയുന്നത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ബീച്ചാണ്. അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് നടക്കാനും ഉണ്ടായിരുന്നു. ഇനി വേണ്ട എനിക്ക് കുറച്ച് റെസ്റ്റ് ആണ്. അപ്പോൾ ഇനി റൂംസ് അന്വേഷിക്കാൻ പോകണം.